ഞങ്ങളുണ്ടല്ലോ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസസിനേക്കാളും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ഗ്രാമങ്ങളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ വെറുതെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ചിലപ്പോൾ പോയിട്ട് ഇടന്നില്ലാണ്ട് എവിടെല്ലോ പോകും. എന്നിട്ട് പിന്നെ വഴിയെല്ലാം കണ്ടുപിടിച്ച് തിരിച്ചെത്തലാണ്. അതാണ് ഞങ്ങൾ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. എവിടെ പോകുന്നുണ്ടെങ്കിലും ആദ്യം ഒരു ചായ മസ്റ്റാണ്. അപ്പം ഞങ്ങൾ സ്ഥിരം ഒരു ചായക്കടയിൽ പോകുന്നുണ്ട്. അവിടെ തന്നെ പോയി ഈ പീടിയ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ ചായ സൂപ്പറായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒരു ചായ പറഞ്ഞു. ചായ പറയുമ്പോണ്ടല്ലോ മധുരം കുറച്ച് പറയണം, എന്നാലും നമുക്ക് കറക്റ്റ് മധുരത്തിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പായസം കുടിക്കുന്ന പോലെ ഉണ്ടാവും, ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. ബാക്കി കടുപ്പും കാര്യങ്ങളെല്ലാം സൂപ്പറാണ്. ഞാൻ പിന്നെ ഒരു ലഡുവും തിന്നു, പിന്നെ എന്തോ വേറൊരു സ്വീറ്റും കൂടി ഉണ്ടായി, അതും തിന്നു കേട്ടോ. അതിൽ നിന്നിട്ട് ഞങ്ങൾ പിന്നെയും പോയി. ഇവിടെ കണ്ടാലറിയാം ഇവിടുത്തെ വീടുകളെല്ലാം ഉണ്ടല്ലോ പൊതുവേ ഷീറ്റിട്ട വീടുകളായിരിക്കും. നമ്മളെ വാർപ്പിട്ട വീടെല്ലാം ഭയങ്കര കുറവാണ്. കാരണം വെച്ചാൽ ഇവിടെ ഭൂമി കുലുങ്ങുന്നുള്ളതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷീറ്റായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പം ഈ മാസം തന്നെ ജനുവരിയിൽ തന്നെ 1-2 പ്രാവശ്യം ഭൂമി കുലുങ്ങിയായിരുന്നു. അതിലൊരു പ്രാവശ്യം ഭൂമി കുലുങ്ങിയപ്പം അത്യാവശ്യം നല്ലോണം കുലുങ്ങിയിട്ട് ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുലുക്കം ഇതിൻ്റെ ഇടയ്ക്ക് കുലുങ്ങിയായിരുന്നു. അതിനെക്കൊണ്ടാണ് ഇവിടെ പൊതുവേ ഷീറ്റാണ്. പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനെല്ലാം ഉണ്ടായി. അവിടെ കൂടുതലും ഗുഡ്സ് ട്രെയിൻ വരുന്നതുകൊണ്ട് അധികം ആളൊന്നുമില്ല. ഞങ്ങൾ വെറുതെ പോയപ്പം ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ പോയി നോക്കിയപ്പം ഒരു താമരക്കുളമുണ്ട്. ഇവിടെ കുറേ താമരക്കുളങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 4-5 ഇങ്ങനെ കാണും ചെറുതായിട്ട്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറിക്കാൻ അവർ സമ്മതിക്കുമോ എന്നൊരു പേടിയുണ്ട്. അടി കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇന്ന് അവിടെ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഒരാളെ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ഇറങ്ങിയിട്ട് പറിക്കാം, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു താമരയും പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ്.